ഒഡീസയിലുള്ള കാർ ഡീലർഷിപ്സ് ഉള്ള ഒരു ബിസിനസ് ഓണർ. ആളുടെ ഒരു ഡീലർഷിപ്പിലെ ഏറ്റവും ടോപ്പ് എൻഡ് കാറാണത്. അപ്പോൾ ഈ കാറിൽ എത്രത്തോളം ലക്ഷറി ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ആളുടെ കൺസേൺ. ഓട്ടോസ്റ്റാക്കിന് അദ്ദേഹം അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു. ആൾ യൂസ് ചെയ്യുന്ന മറ്റ് കാർസ് ഏകദേശം 46+ കാർസ് ഉണ്ട്. അതിൽ 2 ലാംബോർഗിനി, പിന്നെ ആസ്റ്റൺ മാർട്ടിൻ, ബെൻലി, അങ്ങനെ നമ്മൾ ആൾക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റ് ഇമ്പോർട്ട് ചെയ്തു. ഇതാണ് ആ സീറ്റ്. മാത്രമല്ല കംഫർട്ടിന് വേണ്ടിയിട്ട് ടീനും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ഹെഡ്ലൈറ്റ് ടെയിൽ ലൈറ്റ് വർക്കും നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് ദിസ് വിൽ ബി മോസ്റ്റ് കംഫർട്ടബിൾ ഇൻവിറ്റോ ഇൻ ഇന്ത്യ. സോ ഓട്ടോസ്റ്റാർക്ക് ഈസ് ഇൻട്രൊഡ്യൂസിങ് യു ഇന്ത്യാസ് ഫസ്റ്റ് ഇൻവിറ്റോ വിത്ത് ടീൻ. അപ്പോൾ ഓട്ടോസ്റ്റാർക്കിൽ ഇൻവിറ്റോയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് വുഡ് ബി ഇന്ത്യാസ് മോസ്റ്റ് ലക്ഷൂറിയസ് ഇൻവിറ്റോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വിലയിരുത്താം. പുറത്ത് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് പറയുന്നില്ല, ഡയറക്റ്റ് ഇൻറ്റീരിയറിലോട്ട് പോകാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം യൂസ്ഫുൾ ആയിട്ടുള്ള സൈഡ് സ്റ്റെപ്പ് തന്നെയാണ്. ഇത് കുറച്ച് ക്ലിയറൻസ് ഉള്ളൂന്നുണ്ടെങ്കിലും ഇപ്പോൾ ക്രിസ്റ്റ അല്ലെങ്കിൽ ഹൈക്രോസ് അല്ലെങ്കിൽ ഇൻവിക്റ്റോ എല്ലാം നമുക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ ഇത്തിരി പാടാണ്. അപ്പോൾ ഈ സൈഡ് സ്റ്റെപ്പ് ശരിക്കും ഭയങ്കര യൂസ്ഫുള്ളാണ്. മുമ്പും നമ്മൾ സൈഡ് സ്റ്റെപ്പിൻ്റെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ലൈറ്റ് LED ലൈൻസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. തുറന്നിരുന്നു കഴിഞ്ഞാലും നമുക്ക് സേഫാണ്, കാണാൻ പറ്റും എഡ്ജ് എവിടെയെന്നുള്ള. രാത്രി അല്ലെങ്കിൽ കയറാൻ പാടായിരിക്കും. അപ്പോൾ അകത്ത് സീറ്റ്സ് ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത്. ഇതൊരു ബ്രൗൺ ഫിനിഷാണ്. ഇതിൻ്റെ പാറ്റേണും കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ബ്രൗൺ തന്നെ നമ്മൾ ഡാഷ്ബോർഡിലും ചെയ്തിട്ടുണ്ട്, ഡോർ പാഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഹൈഡ്രോ ഡിപ്പിംഗ് വുഡൻ ടൈപ്പ്. ഇതും ഏകദേശം ഒരു ഡാർക്ക് കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് കളർ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ പോലെ ഉണ്ട്. സെൻറ്റർ കൺസോളിലും സെയിം തന്നെ നമ്മൾ ആ സെയിം വുഡൻ ഇത് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗിൽ ചെയ്തിട്ടുണ്ട്. വുഡൻ ഹൈഡ്രോ ഡിപ്പ് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അകത്ത് സെയിം ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു സ്ഥലം നിങ്ങൾ നോക്കിയാൽ ഇതിലൊരു ഡാർക്കും ലൈറ്റും ആ വുഡൻ ആ ഫിനിഷ് വന്നപ്പോൾ ഒരു കോമ്പിനേഷൻ ശരിക്കും ഒരു OEM ഫിനിഷ് പോലെ ഉണ്ട്. സ്റ്റിയറിംഗിൽ സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ കൺസോളിൻ്റെ എലമെൻറ്റും സീറ്റിലെ എലമെൻറ്റും ആ മെറ്റീരിയലൊക്കെ സെയിം കളറാണ്. പിന്നെ വുഡൻ സെൻറ്ററിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആംബിയൻ ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട്. ആംബിയൻ ലൈറ്റ്സ് പറയുമ്പോൾ ഈ കൺസോളിൻ്റെ അകത്തുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും, സീക്വൻഷ്യലാണ്. പിന്നെ ഡോറിൻ്റെ ഇടയിലുണ്ട്, ഹാൻഡിലിൻ്റെ ഉള്ളിലുണ്ട്, ബൂട്ടിൽ ആംബിയൻ ലൈറ്റ് ഉണ്ട്, പിന്നെ റിയറിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദ മോസ്റ്റ് ലക്ഷൂറിയസ് ഇൻവിക്റ്റോ സീറ്റ്സ് നോക്കിക്കോ, ഇതാണ് ഐറ്റം. അപ്പോൾ ഇതിൽ നേരത്തേനേക്കാളും സീറ്റ് കുറച്ച് ബാക്കോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കയറാൻ ഇത്ര ഈസി ആയിട്ട് കയറാൻ കാരണം ഈ സൈഡ് സ്റ്റെപ്പും ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റാണ്. ഇത് കുറച്ച് ബാക്കിലായിട്ടുള്ള ഇതിനകത്തും ഒരു ലൈറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇത് മുമ്പ് നമ്മളൊരു ഫോർച്യൂണറിലും ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്ലാഡിങ്ങിൽ. ആൻഡ് ദിസ് ഇസ് ദ സീറ്റിംഗ്. ഈ സീറ്റ്സിന് ഓരോ പേരുണ്ട്. ക്രിസ്റ്റൽ ത്രോണും ലക്ഷറി സീറ്റ്സും. എന്തിനാണ് പേരല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ സീറ്റ്സിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊരു മോട്ടറൈസ്ഡ് ഡിസ്പ്ലേ ഇതിനകത്തുള്ള. ഇതിനകത്ത് നമുക്ക് എല്ലാ കൺട്രോൾസും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടച്ച് കൺട്രോൾസ് മാത്രമല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ സീറ്റ്സിന് ഓരോ പേരുണ്ടെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് പേരുണ്ടെന്ന് പറയാൻ കാരണം ഇതിൽ വോയിസ് കൺട്രോൾ അവൈലബിൾ ആണ്. 2 സീറ്റിനും 2 പേരാണ്. ഒരെണ്ണം ക്രിസ്റ്റൽ ത്രോണെന്നും ഒരെണ്ണം ലക്ഷറി സീറ്റ്സ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് അവരുടെ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹലോ ലക്ഷറി സീറ്റ്. Luxury seat is here. ഹെഡ് റെസ്റ്റ് ഡൗൺ. Headrest down. ഇനി ഞാൻ ലെഗ് സപ്പോർട്ട് നോക്കാം. ഹലോ ലക്ഷറി സീറ്റ്. Luxury seat is here. ലെഗ് അപ്പ്. Leg up. ടേൺ ഓൺ സീറോ ഗ്രാവിറ്റി. ഇതാണ് ഇതിൽ ഒരു മസാജിങ്ങും എല്ലാം ഉള്ള ഒരു ഓപ്ഷനാണ് സീറോ ഗ്രാവിറ്റി. ലെഗ്സ് അപ്പ് ആവും, സീറ്റ്സ് ബാക്കോട്ട് ആവും. അപ്പോൾ ഇത് പഴയ മോഡിലേക്ക് നമുക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വോയിസ് അസിസ്റ്റിൽ പറഞ്ഞാൽ മതി, ഹലോ ലക്ഷറി സീറ്റ്. Luxury seat is here. ടേൺ ഓഫ് സീറോ ഗ്രാവിറ്റി. Turn off the zero gravity. ലെഗ്സ് ഇപ്പോൾ താഴോട്ട് പോയിട്ടുണ്ട്. ഇനി ഹെഡ് റെസ്റ്റ്. ഹെഡ് റെസ്റ്റ് ഓൾറെഡി ഞാൻ നേരെ താത്തി വെച്ചിരുന്നു. ഇനി ബാക്ക് റെസ്റ്റാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ആൻഡ് സീറ്റിൻ്റെ ആംഗിൾ നേരത്തെ കുറച്ചൊന്ന് ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. മൊത്തം സീറ്റ് ഇട്ടാൽ ബാക്ക് റെസ്റ്റ് മാത്രമല്ല. അപ്പോൾ ഇതിൽ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാം. കപ്പ് ഹോൾഡർ ഉണ്ട്, വയർലെസ് ചാർജിങ് ഉണ്ട്. ഇതിൻ്റെ പുറകിലും ഒരു ആംബിയൻ ലൈറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇനി ലെഗ് സപ്പോർട്ട് ഒന്ന് മടക്കി വെച്ച് നോക്കാം. ആൻഡ് സീറ്റ്സ് എല്ലാം ബാക്ക് ടു നോർമൽ മോഡിലോട്ട് വന്നിട്ടുണ്ട്. അകത്ത് ആംബിയൻ ലൈറ്റ്സ് ഉണ്ട്. മെയിൻലി ഒരു സീറ്റ്സാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നോർമലി ഓട്ടോസ്റ്റാറിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഡാമ്പിങ് ചെയ്തിട്ടുണ്ട്. ഈ സെയിം സീറ്റ്സ് തന്നെ നമുക്ക് ഹൈക്രോസിലും ഫിക്സ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. കാരണം ഇൻവിക്ടോയും ഹൈക്രോസ് എല്ലാം സെയിം പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഈ ഫിറ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് ആ വണ്ടിയിൽ അവൈലബിൾ ആയിരിക്കും.
റൂഫ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇനി എക്സ്റ്റീരിയറിൽ ടെയിൽ ലൈറ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട്, കാണിച്ചു തരാം. എക്സ്റ്റീരിയറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ LED ടെയിൽ ലൈറ്റ് ആണ്. ഈ ടെയിൽ ലൈറ്റ് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം കുറച്ച് ആപ്പ് ഓപ്ഷൻസ് ഒക്കെ ഉള്ളത്, പക്ഷെ എന്നാലും ഒരു രസമുണ്ട്, ഒരു വെറൈറ്റി. ഇതിൽ തന്നെ കുറേ മോഡും കുറേ കാര്യങ്ങളും. ഈ മോഡിൽ തന്നെ സ്പീഡ് ചേഞ്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം. ഏകദേശം 2 ton മോഡ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ ഏത് വേണമെങ്കിലും ഇതിനകത്ത് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ള ടീൻ സസ്പെൻഷനാണ്. അത് നമ്മളെപ്പോഴും സ്ഥിരം എല്ലാ വണ്ടിക്കും ചെയ്ത് കൊടുക്കുന്നതാണ്. ഇൻവെക്ടോയിൽ മേ ബി ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത്. ആൻഡ് LED ഹെഡ്ലൈറ്റ്സ്. ഈ ലൈറ്റ്സ് ലെക്സസ് ഇൻസ്പയർഡ് ആണ്, ഒന്ന് കാണിക്കും. അപ്പോൾ ഇതാണ് മോസ്റ്റ് ലക്ഷൂറിയസ്ലി കസ്റ്റമൈസ്ഡ് ഇൻവിക്ടോ എവർ ഡൺ ഇൻ ഇന്ത്യ. പറയാൻ കാരണം, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീൻ സസ്പെൻഷൻ കൊണ്ടുള്ള സസ്പെൻഷനിൽ ആ കംഫർട്ടും പിന്നെ ഇൻറ്റീരിയറിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം. നമ്മൾ ഹൈക്രോസും ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇൻവിക്ടോ ആദ്യമായിട്ടായിരിക്കും ചെയ്യുക. പിന്നെ മാത്രമല്ല ഈ സീറ്റ്സ് കുറച്ച് പ്രീമിയം സീറ്റ്സ് ആണ്, കാരണം ഈ ടൈപ്പ് പല സീറ്റ്സും അവൈലബിൾ ആണ്. പിന്നെ ഒഡീസിയെന്ന് ഈ വണ്ടിക്ക് ഇവിടെ വന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ക്രാഫ്റ്റ്മാൻഷിപ്പിന് എത്ര ഇമ്പോർട്ടൻസ് ഇന്ത്യയിലുള്ള ആൾക്കാർ കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നിങ്ങളുടെ കാർ ഏതാണെന്നുണ്ടെങ്കിലും എന്ത് വർക്ക് ആണെന്നുണ്ടെങ്കിലും ഓട്ടോസ്റ്റാർക്കിൽ നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുക. മാക്സിമം പറ്റാവുന്ന എല്ലാ വർക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓട്ടോസ്റ്റാർക്കിൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് മറന്നു വരുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ എപ്പോഴും മാക്സിമം നമ്മൾ യൂട്യൂബിൽ ചെയ്യാറുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും ഇൻസ്റ്റഗ്രാം വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണണം, ഫുൾ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വെഹിക്കിളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.